നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഇന്ന് നവംബർ 2 മരിച്ച വിശ്വാസികളുടെ ഓർമ്മ ദിനം. ഇന്നേ ദിവസം കത്തോലിക്ക വിശ്വാസികൾ ദേവാലയങ്ങളിൽ പോയി ദിവ്യബലി കണ്ടതിന് ശേഷം വൈകുന്നേരം സെമിത്തേരിയിൽ കല്ലറകളിൽ പുഷ്പങ്ങളൊക്കെ കണ്ടല്ലോ, പുഷ്പങ്ങളൊക്കെ വെച്ച് അതുപോലെ മെഴുകുതിരികളൊക്കെ വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ കുഴിമാടങ്ങളിൽ മരണപ്പെട്ടു പോയവരുടെ സ്വന്തക്കാർ, ബന്ധുക്കൾ, മക്കൾ, മരുമക്കൾ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകരെ കാണുന്നത്. ഇത് വയനാട് സെൻറ്റ് ജേക്കബ് ദേവാലയത്തിലെ സെമിത്തേരിയിലെ കല്ലറകളിൽ നിന്നുള്ള ആ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഇവിടെ എല്ലാ കല്ലറകളും മനോഹരമായിട്ട് കണ്ടല്ലോ ഒരുക്കിയിരിക്കുന്നു. പുഷ്പങ്ങളും മെഴുകുതിരികളൊക്കെ കൊണ്ട് നല്ല രീതിയിൽ ഒരുക്കിയിരിക്കുകയാണ്. പള്ളിയിലെ അച്ഛൻ വന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ, സെമിത്തേരിയിലെ ഓരോ കല്ലറയിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഈ വിളക്കുകൾ കത്തിച്ച് അതിൽ പങ്കുചേരും. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് വയനാട് സെൻറ്റ് ജേക്കബ് ദേവാലയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കണ്ടല്ലോ, ഓരോ കുഴിമാടത്തിലും മാലയും അതുപോലെ തന്നെ പൂക്കളും മെഴുകുതിരിയൊക്കെ കത്തിച്ചുകൊണ്ടുള്ള ഒക്കെ ദൃശ്യങ്ങളാണ് ഇന്ന് ഈ വയനാട് സെൻറ്റ് ജേക്കബ് ദേവാലയത്തിൽ കാണാൻ കഴിയുന്നത്. എന്നാലും ഉടനെ തന്നെ പുരോഹിതൻ വന്ന് ഈ പ്രാർത്ഥനകൾ കുഴിമാടങ്ങളിൽ കല്ലറകളിൽ പ്രാർത്ഥന ചൊല്ലും. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. രാജ്യം വരണമേ, വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ പ്രാർത്ഥിക്കാൻ സുരക്ഷിതമായ പിതാവ് ശക്തിപ്പെടുത്തുകയും സുമാന്യമായ ദാസന് പകർന്നു നോക്കപ്പെടുകയും സമർപ്പിക്കുന്ന പ്രാർത്ഥന നവംബർ 2 മരിച്ച വിശ്വാസികളുടെ ഓർമ്മ ദിവസമാക്കി ഇന്നേ ദിവസം ലോകമെമ്പാടുമുള്ള കത്തോലിക്കർ ദേവാലയങ്ങളിൽ വന്ന് ദിവ്യബലിയിൽ പങ്കുകൊണ്ടതിന് ശേഷം സെമിത്തേരി വന്ന് കല്ലറകളും കുഴിമാടങ്ങളും അലങ്കരിച്ച് അവിടെ പ്രാർത്ഥന അർപ്പിക്കുന്നതാണ്. ഇന്നേ ദിവസം വയനാട് സെൻറ്റ് ജേക്കബ് സെമിത്തേരിയിൽ ദിവ്യബലിക്ക് ശേഷമുള്ള കർമ്മങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.